കരിയറിൽ നയൻതാരയുടെ ഇപ്പോഴത്തെ സാഹചര്യം സിനിമാ ലോകത്ത് ചർച്ചയാകുന്നുണ്ട്. മാർക്കറ്റിൽ ഇടിവ് വന്ന നയൻതാരയുടെ പ്രതിച്ഛായയ്ക്ക് മാറ്റം വന്നു. നടി ദേഷ്യക്കാരിയും അഹങ്കാരിയുമാണ് പരക്കെ അഭിപ്രായമുണ്ട്. ടെസ്റ്റാണ് നയൻതാര ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. റിലീസിന് മുമ്പ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കരുതെന്ന് നയൻതാര പ്രസ്താവന പുറത്തുവിട്ടിരുന്നു. കരിയറിൽ നയൻതാര മോശം സമയം നേരിടുമ്പോൾ തൃഷ മുന്നേറുകയാണ്. നയൻതാരയ്ക്ക് ലഭിക്കേണ്ട പല പ്രോജക്റ്റും ഇന്ന് തൃഷയ്ക്ക് ലഭിക്കുന്നു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഒരിക്കൽ തൃഷയെ പുച്ഛിച്ച ആളാണ് നയൻതാര. കോളിവുഡിലെ മികച്ച നടിമാർ ആരെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ആരും ഇല്ലെന്നാണ് നയൻതാര പറഞ്ഞത്. അതിനുമുമ്പ് ഒരു അഭിമുഖത്തിൽ തൃഷയുമായി തനിക്ക് സൗഹൃദമില്ലെന്നും താൻ നമ്പർ 1 നായികയായതിൻ്റെ അസൂയ പലർക്കും ഉണ്ടെന്നും നയൻതാര പറയുകയുമുണ്ടായി. ഏകദേശം ഒരേ കാലഘട്ടത്തിൽ സിനിമാരംഗത്ത് താരമായവരാണ് നയൻതാരയും തൃഷയും. മുമ്പ് പാട്ടുകളിലും മറ്റും ഇവരെ ഒരുമിച്ച് കാണാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവർ സൗഹൃദത്തിലാണോ എന്ന് വ്യക്തമല്ല. തൃഷയും ശ്രേയാശരനും നിങ്ങളും സുഹൃത്തുക്കളാണല്ലോ എന്ന് ഒരു അഭിമുഖത്തിൽ ആങ്കർ പറഞ്ഞപ്പോൾ നയൻതാര തിരുത്തി. ഫ്രണ്ട്സ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഫ്രണ്ട്സ് എന്ന് വലിയ കാര്യമാണ്. അവർക്ക് വേണ്ടി അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. രണ്ട് സ്ത്രീകൾ തമ്മിൽ ചേരില്ല എന്ന് പറയാറില്ല. അതുതന്നെയാണ്. അല്ലാതെ വലിയ പ്രശ്നമൊന്നുമില്ല. എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കില്ലെന്നും നയൻതാര പറഞ്ഞു. മുമ്പൊരിക്കൽ നയൻതാരയും തൃഷയും നായികമാരാക്കി ഒരു സിനിമയുടെ ചർച്ച നടന്നിരുന്നു. 2022 പുറത്തിറങ്ങിയ കാത്തുവാക്കിലെ രണ്ട് കാതൽ എന്ന സിനിമയാണ് രണ്ടുപേരെയും പരിഗണിച്ചത്. നയൻതാര പ്രത്യേക വിഘ്നേഷ് ശിവനായിരുന്നു ഈ സിനിമയുടെ സംവിധായകൻ. ചിത്രത്തിൽ നിന്ന് തൃഷ അവസാന ഘട്ടത്തിൽ പിന്മാറുകയാണ്. പകരം സാമന്ത അഭിനയിച്ചു. പിന്മാറിയതിന് കാരണം എന്തെന്ന് തൃഷ ഒരിക്കലും വ്യക്തമാക്കിയിട്ടില്ല. തൻ്റെ കഥാപാത്രത്തിന് പ്രാധാന്യം ഉണ്ടാവില്ല എന്ന സംശയം തൃഷയ്ക്കുണ്ടായിരുന്നു എന്ന് വിഘ്നേഷ് ശിവൻ പറഞ്ഞിട്ടുമുണ്ട്.